ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. യുദ്ധത്തിൽ തകർന്നുപോയ ഗാസ ഏറ്റെടുത്ത് മനോഹരമായ ഒരു തുറമുഖ നഗരമായി മാറ്റും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങൾ ഇതിനെതിരാണ്. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, ഹമാസും ഇതിനെതിരാണ്. ഇസ്രായേലിൻ്റെ ഏജന്റായി ആര് വന്നാലും അവർക്ക് ഇസ്രായേലിൻ്റെ അനുഭവമുണ്ടാകും എന്നാണ് ഹമാസ് പ്രതികരിച്ചത്. യുദ്ധാനന്തരം ഹമാസ് ഉണ്ടാവില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. തങ്ങളുടെ സൈന്യത്തെ പിരിച്ചുവിടുകയോ സ്വയം നിരായുധീകരിക്കുകയോ ചെയ്യില്ല എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ പ്രതികരണങ്ങൾ. ഗാസ പാലസ്തീനികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ഇത് ഏറ്റെടുക്കും എന്നു പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പ്രസിഡന്റ് ജിമ്മി കാർട്ടറെ പോലെ ഒരു നല്ല മധ്യസ്ഥനാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 1979 തായ്വാനു പകരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അമേരിക്ക അംഗീകരിച്ചത്. ഇതേ തുടർന്നാണ് രക്ഷാസമിതിയിൽ തായ്വാന് സ്ഥാനം നഷ്ടപ്പെടുകയും ചൈനയ്ക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തത്. തായ്വാൻ ചൈന വൻകരയുടെ ഭാഗമാണെന്നും ഈ പ്രദേശം സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ മടിക്കില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പല പ്രാവശ്യം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ തായ്വാനെ സംരക്ഷിക്കും എന്ന നിലയിലാണ് എപ്പോഴും അമേരിക്കയുടെ പ്രതികരണം. തായ്വാൻ അമേരിക്ക ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമേരിക്കയുടെ വെബ്സൈറ്റിൽ തായ്വാനെ പിന്തുണയ്ക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം വരെ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വാചകം വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്തു. ഇതിനെ വിദേശ നയം മാറുന്നതിൻ്റെ സൂചനയായിട്ടാണ് ചൈന കാണുന്നത്. സാധാരണ അപ്ഡേറ്റിംഗ് മാത്രമാണ് നടത്തിയത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. നീക്കം ചെയ്ത വാചകം വെബ്സൈറ്റിൽ പുനഃസ്ഥാപിക്കണം എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ചൈന നിർമ്മിച്ച പുതിയ യുദ്ധവിമാനമാണ് J-10C. ഈ വിമാനം വാങ്ങാനായി ഈജിപ്റ്റ് ചൈനയുമായി കരാർ ഒപ്പുവച്ചു. ഇത്തരത്തിലുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് വിൽക്കാനും ചൈന കരാറുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത F-16 വിമാനങ്ങൾക്കു പകരം ചൈനയുടെ വിമാനങ്ങൾ ഉപയോഗിക്കാനാണ് പാകിസ്ഥാനും ഈജിപ്തും തീരുമാനിച്ചിരിക്കുന്നത്. ഗുണമേന്മയിൽ അമേരിക്കൻ വിമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ് ചൈനയുടെ വിമാനങ്ങൾ. $15,000 മില്യൺ കുറവാണ് ചൈനയുടെ ഒരു വിമാനത്തിൻ്റെ വില. ഈജിപ്റ്റ് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. തന്മൂലം ഈജിപ്തും ചൈനയുമായി ആയുധ കരാറുണ്ടാക്കുന്നതിനെ അമേരിക്ക ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. പാകിസ്ഥാനും ചൈനയും ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന അയൽ രാജ്യങ്ങളാണ്. തന്മൂലം ഈ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ആയുധ കരാർ ഉണ്ടാക്കുന്നതിനെ ഇന്ത്യയും ഉത്കണ്ഠയോടെയാണ് കാണുന്നത്.
സൗദിയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ അംഗീകരിക്കില്ല എന്ന ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പ്രസ്താവനയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി വിമർശിച്ചു. യുദ്ധം തുടങ്ങിയിട്ട് 3 വർഷമായി, എന്നിട്ടും എന്തുകൊണ്ട് വെടിനിർത്തൽ ചർച്ചകൾ ഉണ്ടായില്ല എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിൻ്റെയും നീട്ടിക്കൊണ്ടുപോയതിൻ്റെയും ഉത്തരവാദിത്വം സെലൻസ്കിക്കാണ് എന്ന സൂചനയും ട്രംപ് നൽകി. നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി അല്ലെന്നും സെലൻസ്കിക്ക് ജനപിന്തുണ വളരെ കുറവാണെന്നും ട്രംപ് ആക്ഷേപിച്ചു. തെറ്റായ വിവരങ്ങളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രചരിപ്പിക്കുന്നത് എന്ന് സെലൻസ്കി തിരിച്ചടിച്ചു. യൂറോപ്യൻ രാജ്യമായ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതിനെ എതിർത്ത റഷ്യയാണ് യുദ്ധം ആരംഭിച്ചത്. റഷ്യ തങ്ങൾക്ക് ഭീഷണിയാകും എന്നു ഭയം മൂലമാണ് നാറ്റോ തങ്ങളെ സഹായിക്കുന്നത്. വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ജനം തന്നെ തിരഞ്ഞെടുത്തതെന്നും പട്ടാള നിയമം മൂലമാണ് തിരഞ്ഞെടുപ്പ് നടക്കാത്തതെന്നും സെലൻസ്കി അവകാശപ്പെട്ടു. ട്രംപ് സെലൻസ്കി വിവാദം വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരു ഭീഷണിയാണ്. മൂന്നാം വർഷത്തോടടുക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപിൻ്റെ നീക്കങ്ങൾ വലിയ വിവാദത്തിന് തിരികൊളുത്തി. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ട്രംപ് ദീർഘനേരം ഫോണിൽ സംഭാഷണം നടത്തി. ഇത് തങ്ങൾ ബഹിഷ്കരിച്ച ട്രംപിനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പുനർപ്രതിഷ്ഠിക്കും എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഭയപ്പെടുന്നത്. റഷ്യയുമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ ട്രംപ് അവഗണിക്കുമോ എന്ന ആശങ്കയും യൂറോപ്യൻ യൂണിയനുണ്ട്. റഷ്യയുടെയും അമേരിക്കയുടെയും സുഹൃത്താണ് സൗദി അറേബ്യ. അതുകൊണ്ടാണ് വെടിനിർത്തലിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ ഇവിടെ വെച്ച് നടത്തിയത്. സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുത്തത്. യൂറോപ്യൻ യൂണിയനെയോ ഉക്രൈനെയോ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയൻ്റെ അടിയന്തര സമ്മേളനം ചൊവ്വാഴ്ച പാരീസിൽ ചേർന്നത്. എന്നാൽ ചർച്ച വിജയമായിരുന്നു എന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. തങ്ങളെ പങ്കെടുപ്പിക്കാത്ത ചർച്ചയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഉക്രൈൻ പ്രതികരിച്ചത്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഇൻഡോറിൽ കഴിഞ്ഞ ആഴ്ചയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയ കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തദ്ദേശ ഭരണാധികാരികളുടെ മുൻകൂർ അനുമതിയോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വീട്ടുജോലിക്ക് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ആരോഗ്യ പരിപാലനവും ശുചിത്വവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകളാണ് നടത്തിയത്. തുടക്കത്തിൽ എല്ലാം ഭംഗിയായി നടന്നുവെങ്കിലും ഇതിൻ്റെ സംഘാടകരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവുമായി ഒരു സംഘം ആൾക്കാരെത്തുകയും ഇവരുടെ നിർബന്ധം മൂലം പോലീസിന് സംഘാടകരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരികയും ചെയ്തു. ക്യാമ്പ് നടത്തിയവർ ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന നിയമം ലംഘിച്ചു എന്നാണ് കേസ്. എന്നാൽ സംഘാടകർക്കെതിരെ സാക്ഷി പറയാൻ ഒരാളും തയ്യാറായില്ല. തന്മൂലം 9 മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ പോലീസിന് നിരുപാധികം മോചിപ്പിക്കേണ്ടി വന്നു. മതപരിവർത്തനം എന്ന് മുദ്രകുത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറ്റമാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. വിവാദങ്ങൾക്കിടയിലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുമായി മുമ്പോട്ടു പോകാനാണ് അമേരിക്കയുടെ തീരുമാനം. ആദ്യഘട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ ഉക്രൈനിനും നാറ്റോയ്ക്കും അവസരം ലഭിച്ചില്ല. ട്രംപും പുടിനും പങ്കെടുക്കുന്ന ചർച്ചകൾക്ക് അമേരിക്കയും റഷ്യയും ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാറ്റോയുടെയും ഉക്രൈനിൻ്റെയും പങ്കാളിത്തമില്ലാതെ ചർച്ചകൾ തുടരുന്നതിലുള്ള എതിർപ്പ് നാറ്റോ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അമേരിക്ക റഷ്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി വെടിനിർത്തൽ ചർച്ചകളെ ട്രംപ് ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം. യുദ്ധം മൂലം നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ നൽകുന്നതിനോടൊപ്പം നാറ്റോയിൽ അംഗത്വം ഉറപ്പാക്കുക എന്നതാണ് ഉക്രൈനിൻ്റെ പ്രധാന ആവശ്യം. എന്നാൽ ഇതിനനുകൂലമായ മറുപടി നൽകാൻ അമേരിക്കയുടെ മധ്യസ്ഥന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നും നാറ്റോ ഉക്രൈനിൽ പ്രവേശിക്കുന്നത് അനുവദിക്കില്ല എന്നുമാണ് റഷ്യയുടെ നിലപാട്. ഈ നിലപാടിന് അനുകൂലമായ പ്രസ്താവനകളാണ് അമേരിക്ക നടത്തുന്നത്. ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടുന്ന ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് യൂൻ സുകിയോൾ വിചാരണയ്ക്കായി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായി. ഈ രാജ്യത്തെ നിയമമനുസരിച്ച് പാർലമെന്റ് ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കുന്നതോടെ പ്രസിഡന്റിന് എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെടും. എന്നാൽ കോടതി ഇതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനം ഒഴിയേണ്ടി വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ടാണ് യൂൻ സുകിയോൾ വിചാരണ നേരിടുന്നത്. ഡിസംബർ 3-ാം തീയതി ഇദ്ദേഹം പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പാർലമെന്റ് ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാള ഭരണം പിൻവലിച്ചു എങ്കിലും ഇംപീച്ച്മെന്റ് നടപടികൾ പാർലമെന്റ് ഉപേക്ഷിച്ചില്ല. പ്രസിഡന്റിനെ നീക്കാനുള്ള നടപടികൾ വൈകിപ്പിച്ചതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിക്കും സ്ഥാനം നഷ്ടപ്പെട്ടു. അധികാരത്തിലിരിക്കുമ്പോൾ കോടതി കയറേണ്ടി വന്ന ആദ്യത്തെ പ്രസിഡന്റാണ് യൂൻ സുകിയോൾ. പ്രസിഡന്റ് അനുകൂലികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും കോടതി നടപടികൾക്ക് തടസ്സമുണ്ടായില്ല. ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നത് നിയമവാഴ്ചയുടെ കരുത്തിൻ്റെ സൂചനയാണ്. അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ ഈ ആഴ്ചയിലും ഇന്ത്യയിലെത്തി. ഇക്കുറി പുരുഷന്മാരെ മാത്രമാണ് വിലങ്ങണിയിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കി. അമേരിക്കയിൽ നിന്നും പിടികൂടുന്ന അനധികൃത കുടിയേറ്റക്കാരെ ആദ്യമായി മെക്സിക്കോ, കോസ്റ്റിക്ക തുടങ്ങിയ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. ഇവിടെ നിന്നാണ് സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അനധികൃത കുടിയേറ്റക്കാരിൽ ബഹുഭൂരിപക്ഷവും. അമേരിക്ക സ്വപ്നം കാണുന്ന സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് വലിയ തുക നൽകി അമേരിക്കയിൽ എത്തിയത്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവരിൽ പലരും തിരിച്ചറിയുന്നത് അമേരിക്കയിൽ എത്തിയതിനു ശേഷമാണ്. തൊഴിൽ രഹിതരായ യുവാക്കളെ പറ്റിക്കുന്ന നിരവധി ഏജൻസികൾ ഇന്ത്യയിലെ പല നഗരങ്ങളിലും സജീവമാണ്. ഇത്തരം ഏജൻസികളുടെ തട്ടിപ്പിൽ നിന്നും നമ്മുടെ യുവാക്കളെ രക്ഷിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നു തന്നെയാണ് ചൈനയുടെ നിലപാട്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ അടുത്ത സുഹൃത്തായ ഷീ ജിൻപിങ് നല്ല മധ്യസ്ഥനായിരിക്കുമെന്ന് ട്രംപ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് ചർച്ചകൾ ആരംഭിക്കുകയും മറ്റെല്ലാ കക്ഷികളെയും ഇതിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തത് ചൈന ആശങ്കയോടെയാണ് കാണുന്നത്. നാറ്റോ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പരാജയപ്പെടുത്താൻ റഷ്യയെ സഹായിച്ചത് ചൈനയാണ്. ഈ നടപടിയാണ് ചൈനയെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ശത്രുവാക്കി മാറ്റിയത്. അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് തങ്ങളുടെ എതിരാളിയായിട്ടാണ് അമേരിക്ക ചൈനയെ കാണുന്നത്. തന്മൂലം റഷ്യ അമേരിക്ക ബന്ധങ്ങൾ ശക്തിപ്പെടുന്നത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നാണ് ചൈന ഭയപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ
ജിയോ പൊളിറ്റിക്കലായും സാമ്പത്തികമായും റഷ്യയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കും എന്ന് പ്രസ്താവിച്ചതാണ് ചൈനയെ അസ്വസ്ഥമാക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.